ഹലോ ഗൈസ്, അസ്സലാം വലൈക്കും. ഇന്ന് അങ്ങോട്ട് ബേജാറായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പാകം കഴിച്ചെന്ന് വിചാരിച്ചാല് നേരെ ഇഷ്ടായി. മോഡന്റെ എൻഗേജ്മെന്റ് ആണ് ഇൻഷാ അള്ളാ മറ്റന്നാ. അപ്പൊ അതിനില്ല അല്ലാതെ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ പോവാണ്. അപ്പൊ ചെറിയാപ്പ് പോയി കാറും കാര്യമൊക്കെ വാങ്ങിക്കൊണ്ടു നിൽക്കണേ. അപ്പൊ നേരെ 6 മണി ആവാനായി. ആദ്യം ഉറങ്ങി കഴിഞ്ഞ് പിന്നെ വണ്ടി ഇട്ടാൻ നേരം വൈകി. ഏതായാലും കേട്ടെ മറ്റോടെ അവിടെ നല്ല ലാവശ്യമായിട്ട് കാത്തിക്കാണ്. എന്താ പറയാ, അപ്പൊ ഞങ്ങള് ഇൻട്രോ എടുത്ത കാര്യം ഒന്നും വല്ലാതെ ക്ലിയർ ഇല്ല. ഇനി അവിടെ എന്താവല്ലേ ഇവിടെ ഇപ്പൊ ഞാൻ ഒന്ന് കിട്ടും. ഇതിപ്പോ എത്രാമത്തെ കുപ്പായാന്ന് അള്ളാക്കും ചെറിയാപ്പൂന് മാത്രം അറിയുള്ളൂ. ആദ്യം ഒരു ഉഡിയൊക്കെ ഇട്ടേക്കണ്. ഉഡിട്ടിട്ട് ഇന്നോക്കുണ്ട്. എങ്ങട്ടാ അതോ പോണേ? അപ്പൊ ഞങ്ങൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല തന്നെ കൊറേ ആൾക്കാർക്കില്ലേ 90% ആൾക്കാർക്ക് സ്റ്റാറ്റസ് ഇട്ട് കൊറേ ആൾക്കാർ ഫോട്ടോ കണ്ടിക്കണേ. പിന്നെ ഞങ്ങളെ വീഡിയോയിൽ എന്താ പറയാത്ത വിചാരിച്ചാല്, കാരണം ഓലൊരു കുടുംബത്തിൽ നടക്കണ നല്ലൊരു പരിപാടിയല്ലേ അല്ലേ? അത് അങ്ങനെയല്ലേ ചെറിയ. അപ്പൊ ഓലെ ചാനലില് പറയുന്നത് കൊറേ ആൾക്കാര് കാത്തിക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങള് മറച്ച കാര്യം നല്ല ഓല് റിവീൽ ആക്കിയിട്ട് ഞങ്ങൾ ആക്കാന്ന് വിചാരിച്ചാണ്. അങ്ങനെ തന്നെയാവും. അപ്പൊ മോഡ എന്തായാലും ഓലെ ഇൻട്രോ കഥയും കാര്യമൊക്കെ എടുത്തിട്ടൊക്കെ അതിൽ ഇങ്ങനെ പോകുകാരും ചിലപ്പോ. അപ്പം ഇന്നലെ ഓലെ ഇന്നലെ ഓലെ കുടുംബക്കാര് ഇമ്മി ഇപ്പി അങ്ങനെ കുറച്ച് അമ്മായി നാത്തൂമാരൊക്കെ വന്ന് കുറച്ച് പരിപാടി അത് കഴിഞ്ഞാ ഫുഡ് തിന്നതും പരിപാടിയൊക്കെ കാട്ടീന്. അപ്പൊ അതിന് ഞങ്ങള് പോയത്. ഇനി ഏതായാലും വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഞാൻ മറ്റന്നാളാണ് മുട്ടായി എടുക്കല്. അപ്പൊ ചെറിയാപ്പൂനോട് അമ്മായി അനു മോണ്ടനൊക്കെ പോവല്ലേ അറിയണ്ട്. ചെറിയാപ്പൂ റൈഡർ സാധനം അതിന് റൈഡർ ചെറിയാപ്പാണ്. അപ്പൊ ഞങ്ങള് ഏകദേശം അവിടെ എത്താനായി. അനുവിനോട് വിളിച്ചു പറഞ്ഞിട്ട് എത്താനായിന്ന്. കുറച്ചേരം പാടെ ഉണ്ടാവുള്ളൂ. കാറിൽ ഇങ്ങനെ വല്ലാതെ വീഡിയോക്ക് ഒരു സുഖം കിട്ടൂല, ഛർദിക്കാരം. ഞാൻ ആ ഗുളിക വാങ്ങി തരുമോ ചോദിച്ചിട്ട് വേഗം ഫോൺ കട്ടാക്കിക്കുക. ഈ പറഞ്ഞ നിലമ്പൂർക്ക് പോക്ക് ഛർദിന്റെ ഗുളിക ആവശ്യമില്ലാത്തതിനൊക്കെ വെറുതെ ഛർദ് കുറച്ച് ദൂരത്തേക്കാണെങ്കിലോ 15 കിലോമീറ്റർ ആണ് ഇവിടെ നിലമ്പൂർക്കുള്ളത്. അതിന് നമ്മള് ഛർദിന്റെ ഗുളിക വെച്ചു കൊടുത്താല് ഇതൊക്കെ ഗുളിക കുടിച്ചത് ഭയങ്കര രസമാണെന്നാണ് പല വിചാരം. ഛർദിച്ചാക്കാനാണ് ചെറിയപ്പോ കജ്ജൂല. എന്നാലും പ്രശ്നമല്ല, എന്നാലും ഛർദിക്കല്ലേ ഉള്ളൂ. ഇത് വെറുതെ ഇങ്ങനെ ഗുളിക അടിച്ച് കയറ്റിട്ടോ ഇവിടെ അല്ലല്ലേ എന്തെങ്കിലും പറഞ്ഞേ. അതന്നെ ഗുളിക വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്തതിനൊക്കെ ഇങ്ങനെ കുടിച്ചു നിൽക്കും. അപ്പൊ ഗുളിക എത്ര കാണിച്ച് കുടിച്ചേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. ഇറങ്ങണീനൊക്കെ ഞാനിങ്ങനെ ആരേലും കല്യാണം അങ്ങനെ അടുത്തില്ലോലിന് മാത്രം ഇറങ്ങിക്കോ. ആയിക്കോട്ടെ, എന്നാലും ഗുളിക കുടിച്ചണ്ടാന്ന്. ലോങ് ആണെങ്കിൽ മാത്രം ഗുളിക കുടിച്ച, അല്ലെങ്കിൽ കുടിക്കരുത്. മോട്ടന്റെ പെണ്ണാണെങ്കിലേ ഞങ്ങളെ കുടുംബത്തെ ഏറ്റവും വലിയ ലോങ്ങാണ്. എനിക്കറിയില്ല മറ്റൊന്ന് അങ്ങനെ പോകുകയാണ്. എവിടെയാണ്? ആ ഏരിയയിലാണ്. അപ്പൊ ഓരോ പറഞ്ഞിക്കണിഞ്ഞ് 3 നേരം ഞങ്ങളെ വിളിച്ച് തൊയിര്യം കെടുത്തേനെ. കഴിഞ്ഞ ആദുവിന്റെ സുമ ടീച്ചർ കാറില് ഓലോട് പറഞ്ഞടി, യൂട്യൂബത്തെ ആൾക്കാരോട് പറ. അതാണ് എന്റെ സുമ ടീച്ചർ പറ. അല്ല അതിപ്പോ ഐറ്റങ്ങൾ ഇറങ്ങി വരാറില്ലട്ടോ. അയ്യോ, അമ്മായിയൊക്കെ കാത്തുനിന്ന് പറന്ന് ഊരിയാവോ. അങ്ങനെ അനു ഉമ്മമ്മ അമ്മായി ചെക്ക പുതിയാപ്പള അല്ലേ അമ്മമ്മ? തുണി എടുക്കാൻ പോവാണ്. ആദ്യം എങ്ങടെ വരണേ? എല്ലാവർക്കും ഇതില് ഗുളിക വേണ്ടേ? എല്ലാവർക്കും ഗുളിക വേണ്ട. എല്ലാവർക്കും ഇവിടെ ഗുളിക വേണം. വണ്ടീന്ന് കുടിച്ചിട്ട് ഇമ്മമ്മ കുടിച്ചോ? കുടിച്ചിട്ടും കാര്യല്ല. ഇനിയിപ്പൊ ഇറക്കാൻ നിക്കണ്ട. ഞാനേ നിർത്തിന്ന് പറഞ്ഞാ വേഗം അരൂക്കാക്കണം. പ്രശ്നം ഉണ്ടാവില്ലല്ലോ. മഴത്തൊക്കെ പോവാൻ നല്ല സുഖല്ലേ? മഴയത്താണ് ചടപ്പ്. ഗ്ലാസ് മഴ ചെയ്താല് ഒരാൾ ആ ഗ്ലാസിന്റെ മുക്കിലും ഉണ്ടാവും, ഒരാൾ ഈ ഗ്ലാസിന്റെ മുക്കിലും ഉണ്ടാവും. ഏതായാലും ഞങ്ങൾ ഛർദിച്ചിന് ഗുളിക എന്നോട് വാങ്ങാൻ പറഞ്ഞാണേ, ഞാൻ വാങ്ങിയില്ല. ഞാൻ ഗുളിക ചോദിച്ചിട്ട് തന്നില്ല. ആനങ്ങണീന് ഗുളിക, ഇടക്കിടക്ക് ഓണിന് ഗുളിക, നിലമ്പൂർ ഓണിന് ഗുളിക. ഇടക്കിടക്കൊന്നും കുഴപ്പമില്ല. നിലമ്പൂർക്ക്
നിലമ്പൂർ ഇടയ്ക്ക് ആകെ 7 കിലോമീറ്ററിന് മാറ്റുള്ളൂ. ഇത് ഞങ്ങൾ ഏതായാലും പോയേക്കട്ടെ. ഞങ്ങള് വന്ന് ശോഭികന്റെ മുന്നിലെത്തി. ഓനെ ഏതൊക്കെ ഡ്രസ്സും കടയൊക്കെ കണ്ടു. ഓനെ ഏതോ ഒരു കട ആയിരുന്നു. ഏതാടാ AK-47? നമ്മൾ ഇന്ന് വന്ന് AK-47 കിഡ്സും ലേഡീസും പോയി നോക്കാം. അല്ലേ ഇത് പാർക്ക് ചെയ്യണ്ടേ? എന്നാ വാ, അത് ചെക്കന്മാരൊക്കെ പോകുന്നുണ്ട്. വാ, അങ്ങനെ നമ്മള് 2-3 ട്രയൽ ചെയ്ത് വെച്ചിരിക്കണ്. ഇതൊരു ചുരിദാർ കണ്ടു പറ്റിയാണ്. അമ്മായി വേറെതാണ് കൈ പിടിച്ചേക്കണ്. തെരഞ്ഞൊക്കെ ഉണ്ടാവും ഇടയില്. എന്താ അമ്മേ ഓളോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മള് 2ാമത്തെ ഡ്രസ് ഇട്ടത് ഞാൻ മാറ്റി കളിച്ചെന്നല്ലാതെ സംഭവം രസമുണ്ട്. ഇത് രസല്ലേ മാമ? ഇല്ലേ? ഓക്ക് എങ്ങനെയാണ് എന്താ പറഞ്ഞ നടക്കാണ് ഇവിടെ. റിപ്ലറ്റിയോ ഇനിയും കൊണ്ട് ആവൂല അത്. അതാണ് ഞാൻ ഇവിടെ 50 ഇപ്പൊ മോഡലിങ്ങിന് ഇറങ്ങുവോ? എന്താ പരിപാടി? മോഡലിങ്ങിന് പോവാ? വേറെ ഡ്രസ് ലാസ്റ്റ് ഓളെന്താ പറയണെന്ന് അറിയില്ല. എന്താ പറഞ്ഞേ? സെറ്റാ അല്ലെങ്കിൽ അടുത്തിടാൻ പോട്ടെ? ഇത് ഫിക്സ് ചെയ്തേക്കണ ചുരിദാറ്. എന്റെ ഷാള നല്ല രസമുണ്ട് ഇല്ലേ? ഫിക്സ് ആക്കിയില്ലേ? ഞാൻ പോയി വിട്ടോ. വന്നപ്പോ തുടങ്ങിയ പണിയാണ്. ചെക്കൻ്റെ ഇരിക്കല് കഴിഞ്ഞിട്ട് ഇവിടെ അമ്മായിക്കുള്ള ചുരിദാർ തരികയാണ്. ഒന്നും വേണ്ട, ഏതെങ്കിലും ഒപ്പിച്ച് പോകാം. അവിടെ എന്തൊരു തള്ളലുണ്ട്. ആ പൂവെന്തിനാ ഞങ്ങൾക്ക്? നമ്മുടെ കഴിഞ്ഞ പുറത്തെ പരിപാടി കഴിഞ്ഞ അങ്ങനെ നമ്മളിവിടെ എത്തി. അമ്മായിക്കുള്ള ചുരിദാർ എത്തി. അവിടെ ഓല് ഫിക്സ് ചെയ്തോണ്ടിരിക്കണം. എന്താ അറിയാ അപ്പൊ പരിപാടി കഴിയാനേ ഞാന് കൊയങ്ങി. കവളൊക്കെ ചോന്നിക്കണ. കുപ്പായത്തിന്റെ റിഫ്ലക്ഷൻ ഗ്ലാമർ കൂടിയതാണ്. അതെ, ഞങ്ങള് ഇവിടെ കൊറേ നല്ല ഉടുപ്പുണ്ട്. നമ്മക്ക് ആരും പെൺകുട്ടികളില്ലാത്തോണ്ട് താത്താന്റെ പെൺകുട്ടിയാണെങ്കിൽ ഇൻഷാ അല്ലാ. ഞങ്ങൾക്കൊക്കെ ആൺകുട്ടികളായതുകൊണ്ട് ഈ പെൺകുട്ടികളെ കോസ്റ്റ്യൂമൊക്കെ ഞങ്ങൾക്ക് വല്ലാതെ അറിയില്ല. ഈ ഉടുപ്പൊക്കെ നല്ല പറ്റലായിട്ടേക്കണ്. ഞാൻ തന്റെ അടുത്താണ്ടിലൂടെ കൊറേ കുപ്പായങ്ങളുണ്ട്, കുട്ടി കുപ്പായങ്ങള്. എന്താ പറയാ ഇപ്പൊ പൈസണ്ടോ? ആദൂന് പോലൊരു കോസ്റ്റ്യൂം എടുത്തിരിക്കണ പഠിച്ചോനെ. ആയോ മോഡേൺ എത്ര ക്ഷമണ്ടെന്ന് വെച്ചാൽ അറിയില്ല. ഇനി ഇതൊന്നും ആയിട്ടില്ലല്ലോ, ഇത് വലിയ ലേറ്റ് ആയിട്ടില്ലല്ലോ. ഇറങ്ങി ഇവിടെ ഉണ്ടോ? എടാ സാധാ ഷാളാണ്, ഇവിടെ ഉണ്ടാവൂല കാരം. സെൽഫി മക്കണി. അങ്ങനെ നമ്മളിപ്പോ ജ്വല്ലറി കടയിലേക്ക് നേരെ വിടന്ന് ഇറങ്ങി വന്നാണ്. കാരണം ഇറങ്ങിയപ്പോഴത്തേ നേരെ വൈകി കട പൂട്ടാനായിരുന്നു. അത് വേഗം കയറി പോകണം. അത് ഞങ്ങൾ പോയോക്കട്ടെ. കട പൂട്ടാനായി നിൽക്കുകയാണ്. നമുക്ക് നോക്കാം എന്തേതാന്നൊക്കെ നോക്കാം. നമുക്ക് കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഇതിലേറെ കുറച്ച് ചെറുതെടുക്കേണ്ടി വരും. ഇല്ല, ഇതിലേറെ കുറച്ച് കുറവാ. അത് 2-3 എക്സ്ട്രാ കണ്ണി അങ്ങനെ ആക്കാം. അപ്പൊ വേണ്ടി കിട്ടോളും. ഓല് കൊണ്ടുവന്നിട്ട് വേണം മേലിന്. ഞങ്ങൾ ആദ്യം ഡ്രസ്സ് എടുക്കാൻ കയറി. ഞങ്ങൾക്ക് അറിയില്ലേനി ഇത്ര വട്ടം നടക്കുന്ന അറിയില്ലേനി. ആണോ? ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന് പോയിട്ട് ലാവശ്യമായിട്ട് ഡ്രസ്സ് എടുക്കാൻ കയറിയതേനി. ഞങ്ങൾ AK-47 ഉണ്ടായിരുന്നു. ഇത്രയും നേരം 1 മണിക്കൂറിന്റെ അടുത്ത് അവിടെ ഉണ്ട്. അറിയില്ലല്ലോ. സംഭവം വരെയൊക്കെ നോക്കുകയാണ്. ഇതൊക്കെ എത്ര? 1.5
അരമുക്കാല് വന്നു ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, സൈസിന് കുഴപ്പമില്ല. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു ഇതേമാതിരി മോതിരത്തിന്റെ സൈസ് എത്ര പറഞ്ഞു? അത് ഈ ചെറിയൊന്നും പറഞ്ഞെടുക്കാതെ എന്നോട് എന്തോ പറഞ്ഞു. അങ്ങനെ ഈ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു. ആണ് നമ്മളെടുത്ത സംഭവം. ഇത് കട പൂട്ടിയത് നമ്മളിവിടെ മോതിരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് പോരായോ? നേരെ അങ്ങനെ ഒരു വ്ളോഗാണ്. ഇവിടെ എന്തൊക്കെ ഫീഡ്ബാക്കും കാര്യമൊക്കെ ചെയ്താന്നുണ്ടെങ്കിൽ അതുപോലെ തെരഞ്ഞെടുക്കാൻ കാരണം സെലക്ഷൻ ഇട്ട് കൊടുക്കാം. ഇതാര് പേര് ചെയ്തില്ലേ? ഫസലൂന്റെ ചെയ്തല്ലേ? പേര് ചെയ്ത ഫസൽ റഹ്മാൻ. ഫോൺ നമ്പർ ആണല്ലേ? സ്വർണം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഓന് 2 കുപ്പി വെള്ളം കുടിച്ചു കഴിഞ്ഞു. അതെന്തായാലും കുടിച്ചു, സ്വാഭാവികം. അപ്പൊ പറയുമ്പോ ഓന്റെ ആഴ്ചയാണ്. അപ്പൊ നിക്കാനും മാറുണ്ടാക്കുമ്പോ ചെന്നാട്ട് അത് 2.5 ലക്ഷം വേണം. അപ്പൊ കുഴപ്പമില്ല. അപ്പേരൊന്ന് പണിച്ചിട്ടുണ്ട്. അങ്ങനെ പോലെ പണ്ടം കാര്യൊക്കെ സെറ്റ് ആക്കിയാണ്. ആയോ? നിങ്ങള് ഇത് ചെയ്യണ്ടോ? എന്ത് നമ്മളെ എന്താ മിഠായി ബോക്സ് ഒക്കെ അതില് സെറ്റ് ചെയ്യാനോ? ഞാൻ റിംഗ് ബോക്സ് സെപ്പറേറ്റ് ചെയ്യും. കണ്ട് അത് വീഡിയോ നാളെ സെറ്റ് സാധനം പോലെ നമുക്ക് പായസത്തിന്റെ പായസം മകനെ കൊടുത്തോളെ. നമുക്ക് ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് പാലട പായസം ഓരോ ഫംഗ്ഷൻ്റെ കാല് കുത്തിന്ന് നെളീനതാക്കണ എന്തിനു പണി? കൊറേ ബലൂണായിട്ടൊക്കെ നടന്നേക്കണം. ഇരിക്കാൻ തന്നെ സ്ഥലമല്ല കാറില്. അങ്ങനെ ഞമ്മള് സ്വർണ്ണക്കടയിൽ നിന്ന് ഇറങ്ങി നേരെ നോക്കില്ല ചെരുപ്പും ഫാൻസി അല്ലറ ചില്ലറ പരിപാടികളുണ്ട്, അതിന് പോവാ. ഞമ്മള് ഇതേക്ക് ഇറങ്ങാണ്. കേറി നോക്കട്ടെ. നോക്കാ ചെരുപ്പ് ഇവിടെ ഊരിട്ടോളിന്റെ ചെരുപ്പും ചവിട്ടണ ചെരുപ്പൊക്കെ ഊരിട്ടോളി. ഒറ്റ ഒന്ന് ചെരുപ്പ് കേകിയിട്ടില്ല. അങ്ങനെ ഇവിടെ കയറിയപ്പോ ചെരുപ്പില്ല. അപ്പൊ നമ്മള് വേഗം കാര്യമൊക്കെ നോക്കുകയാണ്. എന്താ ഏതാണെന്ന് അറിയില്ല. നോക്കാം എന്തൊക്കെ കൊടുക്കാൻ തോന്നമ്മ. ആറൊക്കെ കറക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് വേഗാള് നോക്കാണ്. ഏതാന്നൊന്നും അറിയില്ല. നോക്കട്ടെ. നോക്ക എടുത്തോളി. സ്റ്റാൻഡേർഡ് ലുക്കിൽ എടുത്തോളി. ആ വൈറ്റ് കൊടുത്താണ്. അങ്ങനത്തെയൊക്കെയാണ്. അത് രസല്ലേ? ഒരു ക്വാളിറ്റി ഇട്ടുണ്ട്. നോക്ക ആക്കും പോലെ ഇങ്ങനെ നോക്ക. ആ ഒരു പഴയ മോഡൽ തോന്നുന്നുണ്ട്. ഇതൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇല്ലേ? വള്ളി ഇങ്ങനെ ഇടും, ദൂരം വെക്കും. ഇത് നമ്മളൊന്ന് സെലക്ട് ആക്കി വെച്ചിരിക്കണം. ഓളോട് അഭിപ്രായം ചോദിച്ചിട്ടില്ല.
ഓളെ അഭിപ്രായത്തിന് കാത്തിക്കാണ് എന്തേതാന്ന് അറിയില്ല. അവിടെ അമ്മായിക്ക് വേഗം ഒക്കെ എടുക്കുകയാണ്. മാണ്ടേ നോളെ തീരുമാനം കിട്ടിയോ? ഓളെന്താ പറഞ്ഞേ? അത് ഏതാ ഓക്കാ പറ്റിയോ ചോക്ക്. നമ്മളടുത്ത ദിവസമായിട്ട് കൊണ്ടുപോയോ? 02 കുത്തുന്ന വെച്ചേക്കണം. ചിക്കൻ കാര്യമൊക്കെ നോക്കുകയാണ് ഏതാ പറ്റുക. ജസ്റ്റ് എടുത്തോട്ടെ. അവളോട് ഫോണും ബാക്കിയൊക്കെ വെക്കാൻ പറയും. ഇതൊക്കെ നമ്മള് അതൊക്കെ ടെസ്റ്റിനില്ലാണല്ലോ. അപ്പൊ നമ്മളിപ്പോ നോക്കി നോക്കട്ടെ ഏതാ പറ്റുന്ന എന്താണ്. നമ്മളങ്ങനെ കുറേ ഫാൻസി ഐറ്റംസ് എടുത്തിട്ട് ട്രാവും കാര്യങ്ങളും നല്ല രസമുണ്ട്. ഒക്കെപ്പാടെ കണ്ട് സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ഇതിന്നൊരു ഒന്ന് സെലക്ട് ചെയ്തിരിക്കണ്. ഇടുവോന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇനിയൊരു ക്രാബാക്കി ഒന്നും കൂടെ നോക്കാണ്ട് മറ്റേ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അമ്മകള് വീഡിയോ ആണല്ലേ ഇതെടുക്കുന്നത്. അത് ചോദിച്ചോക്കാൻ വയ്ക്കണോ? കാരണം നമ്മൾ അയക്കൊരു വൈറ്റ് ചുരിദാറല്ലേ വാങ്ങിയത്. പിന്നെ ഉള്ളതൊരു ക്ലിപ്പച്ച. അപ്പൊ ലോങ് ഇടൂല. അല്ല ലോങ് നല്ല വലുതിടും. അത് എത്ര ഏകദേശം വരിക അറിയാം. നമുക്ക് കാണാത്തോണ്ട് നമുക്ക് അറിയില്ലല്ലോ. നമ്മളിപ്പോ ഏകദേശം പച്ചടി രീതിയിലൊക്കെ സെലക്ട് ആക്കിയിരിക്കണം. ഇനി എന്തൊക്കെ മറന്നോന്ന് അറിയില്ല. അമ്മ എന്താ അമ്മ ഏസിട്ടേ ഇനി കഴിഞ്ഞില്ലേ? ഇന്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ അതില്. അത് സെപ്പറേറ്റ് ആക്കും. അങ്ങനെ നമ്മളെ ഡ്രസ്സ് അല്ല ഫാൻസിയും കാര്യമൊക്കെ ഇട്ട് പറഞ്ഞ ഓരോന്ന് ചെരുപ്പൊക്കെ നിലപ്പെടുന്നുണ്ട്. എന്റെ കുട്ടിയാടാ ഒറ്റ രണ്ടാള് മൂട് ഒറ്റ തട്ട്. ഇന്നൊന്നുമില്ല ചെരുപ്പ് എടുക്കാണ്ടതിന് ഞാൻ നടക്കണെങ്കിൽ നാളെ പോയി എടുക്കാം. അങ്ങനെ നമ്മള് ലാസ്റ്റ് ആയിട്ട് ഇനി വാങ്ങാൻ എന്താ വെച്ചാല് ആകെ ചെരുപ്പാണ്. അപ്പൊ ഒറ്റയ്ക്ക് ചെരുപ്പ് ഇട്ടിരിക്കണം. എടാ ഇതിന്റെ ഏട്ടോ എടാ ജോനാക്ക ആർക്കും നബി ഓർക്കോ. അപ്പം ഇത് ഫിക്സ് ചെയ്യണം. അപ്പം ഉറപ്പിച്ചേക്കണം. ഇതാവൂല. അതാകുമ്പോ കാലിന്റെ കളർ ആയതുകൊണ്ട് ഒന്നും പാടെ ചൊറുക്കിട്ടു. അങ്ങനെ ഒരാള് സൈസ് കൺഫേം ചെയ്യണം. ഓന്റെ ഒക്കെ ഒരു രോദനയും SLC കുമാരെ ഞാൻ ഓന്റെ മുഖത്ത് ടെൻഷൻ കണ്ടിട്ടില്ല. ഉണ്ടോ? അതിന്റെ 39 ഉണ്ടാ. ഇത് എടുത്തല്ലോ. അതാണ് ടാസ്ക്. കൊണ്ടുപോയി മാറ്റി കൊടുക്കാനും പാടെ പറ്റൂല. സൈസ് 2 വന്നിക്കണം. പക്ഷെ ഓക്ക് 38 നമ്മളിപ്പോ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഡ്രസ് ഒക്കെ വന്നാണ്. അനക്കെന്താ നമ്മള് കാത്തുനിന്ന് കിട്ടി കുട്ടിക്കട. അങ്ങനെ നമ്മള് കൊടുത്തയച്ചിട്ട് ഒക്കെ തിന്നു. അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് പോവല്ലേ. ഒക്കെ ചെയ്യുന്നതിന് പായേട് ഛർദിച്ചാ വരുന്നുണ്ട് കാത് കുത്തിയിലൊക്കെ. അതെ കൊടുത്തോളിട്ടാ. സ്വർണ്ണൊക്കെ ചാടിക്കണെങ്കിൽ അവിടെ നോട്ടെ. ചൊളി കൈ കണ്ട
ഇതിലൊക്കെ ഉണ്ടോ ആ നാളെ ബോധം വന്നിട്ട് നോക്കണ്ടേ ആ ഒക്കെ പോയിക്കോളി ആ വിട്ടോ വിട്ടോ പോയിട്ടോ മാമ ആ അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ ഇതാണ് കയറിയപ്പോ ഓക്കെ അസ്സലാമു അലൈക്കും.